കോഴിക്കോട് എലത്തൂരിൽ ഇന്ധന ചോർച്ചയുണ്ടായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. നിലവിലെ ലൈസൻസ് കാലാവധി ഇന്ന് അവസാനിക്കും. ലൈസൻസ് ഇതുവരെയും പുതുക്കി നൽകാതെ ജില്ലാ ഭരണകൂടം. ലൈസൻസ് പുതുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. HPCL അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, ഈ ലൈസൻസ് പുതുക്കുന്നതിൽ പ്രതീക്ഷാവഹമായ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് HPCL അധികൃതർ ഇക്കാര്യത്തിൽ പറയുന്നത്? സേതുലക്ഷ്മി, നിലവിൽ ഈ എലത്തൂരിലെ ഈ ഡിപ്പോയുമായി നമ്മുടെ എക്സ്ക്ലൂസീവ് ലൈസൻസ് വരെ ഫാക്ടറി ലൈസൻസും ഇന്ന് ഡിസംബർ 31 അവസാനിക്കുകയാണ്. തുടർന്ന് അത് പുതുക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അത് പുതുക്കി നൽകിയിട്ടില്ല. ഇത്തരത്തിൽ അത് പുതുക്കണമെങ്കിൽ തുടർന്ന് സർക്കാരിന് വിവിധ വകുപ്പുകളുടെ ഒരു പരിശോധന ആവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള നിരവധി സർക്കാർ വകുപ്പുകളുടെ ഒരു പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഈ ഒരു പ്രവൃത്തിയിലേക്ക് നടക്കുകയുള്ളൂ. നിലവിൽ അവർ റെനോവേഷന് വേണ്ടി താൽക്കാലികമായി അത് അടച്ചിരിക്കുകയാണ് ഡിപ്പോ എന്ന് പറയുന്നത്. അതിനുശേഷം വകുപ്പുകളുടെ കൂടുതൽ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഈ അംഗീകാരം, അതായത് ഇനിയും പ്രവർത്തിക്കണമെന്നുള്ള അംഗീകാരം നൽകൂ എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ എക്സ്ക്ലൂസീവ് ലൈസൻസിന് വേണ്ടിയിട്ട് ആ വിഭാഗം, അതുപോലെ തന്നെ ഫാക്ടറീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള വിവിധ വകുപ്പുകൾ പരിശോധന നടത്തും. അതിൽ തീരുമാനമായ ശേഷമേ അന്തിമ അനുമതി ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തും കൂടി നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ റിനോവേഷൻ്റെ ഭാഗമായി ഈ പ്ലാന്റ് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ശുദ്ധീകരിച്ച ജലം പുറത്തേക്ക് വന്നിരുന്നു. ഇത് ഈ വീണ്ടും ഇന്ധന ചോർച്ചയാണെന്നൊരു സംശയം നാട്ടുകാരടക്കം ഉയർത്തിയിരുന്നു. പക്ഷേ അത് ഈ റെനോവേഷൻ്റെ ഭാഗമായി ഈ ഡിപ്പോ ശുദ്ധീകരിച്ച സമയത്തുള്ള വെള്ളമാണെന്നാണ് ഈ ഡിപ്പോ അധികൃതർ വിശദീകരിക്കുന്നത്. പക്ഷേ കൂടുതൽ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്പോ താൽക്കാലികമായി അടിച്ച കാര്യങ്ങളൊന്നും ഡിപ്പോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ റെനോവേഷൻ്റെ ഭാഗമായി നിലവിൽ പ്രവർത്തനങ്ങളവിടെ നടക്കുന്നുണ്ട്. ഈ റെനോവേഷൻ ഈ PCB അടക്കമുള്ള വിവിധ സർക്കാർ വകുപ്പുകൾ അംഗീകരിച്ചാൽ മാത്രമേ ഇനി തുടർ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയൂ. കോർപ്പറേഷനും ആ തരത്തിൽ തന്നെയാണ് അറിയിക്കുന്നത്. കാരണം നിലവിൽ അവർക്ക് പുതുക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. പുതുക്കാനുള്ള അനുമതി നിലവിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തി പരിശോധന നടത്തി ശേഷം മാത്രമേ ഇനി തുടർ നടപടി അല്ലെങ്കിൽ ഇനി അവർക്ക് തുടർ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധത്തിലാണ്. ഈ പ്ലാന്റ് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. പക്ഷേ കോർപ്പറേഷനോ വിവരങ്ങൾ നൽകിയത്. HPCL ലൈസൻസ് ഇനിയും പുതുക്കാതെ ജില്ലാ ഭരണകൂടം.